ഞങ്ങൾ ഈ സ്ഥാപനത്തെ കുറിച്ച് ഓൺലൈനായിട്ടാണ് അറിഞ്ഞത്. നവീന മാധ്യമങ്ങളിൽ കൂടിയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. ഒരു നാച്ചുറോപ്പത്തി ഡിഗ്രി എടുക്കുക എന്ന് മാത്രമായിരുന്നു അന്നത്തെ ഉദ്ദേശം. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രിൻസിപ്പൽ നമ്മുടെ തിരുവനന്തപുരംകാരനാണ് റിനീഷ് മോഹൻ. അദ്ദേഹമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നാച്ചുറോപ്പതി ശീലിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാമിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അവർ ഇവിടുത്തെ ഒരു പ്രൊഫസറാണ്. അവരും നാച്ചുറോപ്പതി പാരമ്പര്യമായിട്ട് അവരുടെ അമ്മ നാച്ചുറോപ്പതിസ്റ്റാണ്. അങ്ങനെ ഇവിടെ ഒരു നാച്ചുറോപ്പതിയുടെ ഒരു വേൾഡ് തന്നെയായിട്ട് മാറിയിരിക്കുകയാണ് സത്യം പറഞ്ഞു വെച്ചാൽ. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ യോഗയും നാച്ചുറോപ്പതിയുമാണ് ശീലിക്കുന്നത്. ഈവൻ അവരുടെ മക്കൾ പലരും MBBS-ഉം PG-യും ഒക്കെ ഡോക്ടേഴ്സാണ്. പക്ഷെ അവർ വീട്ടിൽ പോലും അവർ ഫോളോ ചെയ്യുന്നത് നാച്ചുറോപ്പതിയാണ്. അവർ എന്നും യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥാപനം ഒരു നല്ല സ്ഥാപനമായിട്ട് തോന്നി. നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. പക്ഷേ അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ, ആ സ്ഥാപനം നടത്തുന്ന ആളുടെ ആ ഇൻറ്റൻഷൻ, അതൊക്കെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഒരുവൻ്റെ വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇത് മൂന്നും ഒന്നായിരിക്കണം. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ പല അധ്യാപകരുടെയും ഇവിടുത്തെ ചെയർമാൻ്റെ ഒക്കെ വാക്കും ചിന്തയും പ്രവൃത്തിയും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ പേരിൽ തന്നെ ഇതൊരു നല്ല സ്ഥാപനമാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്.